കുംഭമേളയിൽ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി മാല വിൽക്കാൻ വന്ന പെൺകുട്ടി വലിയ വൈറലായിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അത്രത്തോളം ആരാധകർ അവിടെ എത്തിയത് കൊണ്ട്. അപ്പോൾ ആ കുട്ടി ഇനി ഒരു വലിയ സിനിമാ നടിയായി തിരിച്ചു വരുമോ? അങ്ങനെ അവസരങ്ങൾ ലഭിക്കുമോ? ഇത് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ കാണാമല്ലേ. അത് ആ ഒരു വീഡിയോ വൈറലായി. ഇന്നലെ വരെ ആരെന്നറിയപ്പെടാതിരുന്നൊരു കുട്ടി ഇന്ന് ട്രെൻഡിങ് ആണ്. അവളുടെ പേരിൽ കുട്ടിയുടെ പേരിൽ 16 വയസ്സേ ഉള്ളെന്നാണ് അറിഞ്ഞത്. ഒരു ഇൻസ്റ്റ ഫേക്ക് ഐ ഡി തന്നെ തുടങ്ങിയിട്ട് അതിനിപ്പോൾ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത്രയ്ക്കൊരു വലിയൊരു താരപരിവേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ രണ്ട് രീതിയിൽ കാണാം. കുട്ടിക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ ഇരുന്നിട്ട് മാല വീട്ടിൽ നിന്നും അവർ മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും കാണുന്നുണ്ട് ആ കുട്ടി ഒരു സെലിബ്രിറ്റി മേക്കപ്പൊക്കെ ആരോ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ കാണാം. എന്താ പറയുക, ഒരു കുംഭമേളയിൽ ഒരു കുട്ടി വളരെ ഇന്നലെ വരെ ആരെന്നറിയാത്ത കുട്ടി, എന്നാൽ പേര് ട്രെൻഡിങ് മൊണാലിസ അല്ലേ, മോനി ബൊസ്സെ എന്ന് പറഞ്ഞ പേര് മൊണാലിസ എന്ന് പറഞ്ഞിട്ടായി ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഞാനിത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും എനിക്ക് രേഖയുടെ ഒക്കെ പണ്ടത്തെ ഒരു ആക്ട്രസ് രേഖയുടെ ഒക്കെ നല്ല ഛായ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കോംപ്ലക്ഷൻ വെച്ചും ആ ഒരു കണ്ണിൻ്റെ ഇത് വെച്ചും അഭിനയിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത്യാവശ്യം ഏറ്റവും നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. കാരണം ഇതുപോലെ ആയിരുന്നു ഒരു സ്ത്രീ നമ്മൾ വായിച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരുന്നൊരു പാട്ട് പാടി ആരോ എടുത്തിട്ട് വൈറലാക്കി, രേണു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് വളരെ ഇതൊക്കെയായിരുന്നു, അവർക്ക് അവസരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പക്ഷെ ഇപ്പോൾ അവരെ കാണുന്നില്ല. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞ് കഴിയുമ്പം ഇവരൊക്കെ അങ്ങ് മാറിപ്പോകും. പെട്ടെന്ന് ഒരു ഫെയിമും പ്രശസ്തിയും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു പ്രായം 16 വയസ്സേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിലും ഇതുപോലെ ഒരു ഗായിക ഇപ്പം വീട്ടിൽ പാട്ടുപാടി കൊച്ചിന് ഉറക്കുമ്പോൾ പാട്ടുപാടി ഹിറ്റായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉയർച്ച ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് താഴ്ചയും വരും. അത് സോഷ്യൽ മീഡിയ അല്ലേ, ഇതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ പറയല്ലോ എന്തോ നമ്മളെന്താ പറയുമല്ലോ, ഒരു പഴഞ്ചുണ്ട് എല്ലാം ചാപ്പ എല്ലാം അവർ തന്നെ ചെയ്യണത്. ഉയർത്തിക്കൊണ്ടുപോകും, ഇതേ ഉയർത്തിക്കൊണ്ടുപോകണം. അതേ ഒരു നിമിഷം മതി നേരെ താഴ്ചയിലേക്ക് വന്നെത്താൻ. അപ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആശങ്കയുണ്ട്. അവളുടെ എന്താ പറയുക, നമ്മുടെ നാടാണ് അല്ലേ, ഏത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ അറിയാം ഈ പീഡനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇവിടുത്തെ ക്രൈമൊക്കെ എന്താ മീൻസ് എത്രത്തോളം ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് ശിക്ഷ നമ്മുടെ നിയമവിധികളൊക്കെ മാറേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയമുണ്ട്. കാരണം അവരൊക്കെ സുരക്ഷിതരായിരിക്കുമോ? അത്രയും ഒരു സേഫ്റ്റി മാല വിൽക്കാൻ വന്നൊരു കുട്ടിയാണ്. പിന്നെ ഞാനിവിടെ പാളയത്തും കണ്ടിട്ടുണ്ട് ഇതുപോലെ മാല വയ്ക്കാൻ വേണ്ട കുട്ടികൾ, ഭയങ്കര സുന്ദരികളായിട്ടുള്ള ഒരു കുഞ്ഞിനെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീജിത്ത്. ഇവരെന്ന് പറയുമ്പം അവർക്ക് അതാണെങ്കിലും ഇവരെല്ലാ രീതിയിലും നമുക്കിങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ട വെച്ച് പറയുവാണ്, അത്യാവശ്യം ഇവർക്കും രാത്രി മീൻസ് നന്നായിട്ട് പിടിച്ച് നിൽക്കാനും, അല്ലെങ്കിൽ നമ്മളെ തോന്നലാണ് ഇവർ ഇവരൊരു കൂട്ടം ക്രൗഡാണ്. ഒരു ക്രൗഡ് വന്നിട്ട് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് സംഘടിതമായിട്ട് വരുന്നൊരു കൂട്ടരും കൂടെയാണ് അവരിങ്ങനെയൊക്കെ. അപ്പോൾ കുംഭമേളയിൽ നമുക്കറിയാം UP-യിൽ നിന്ന് അവർ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഫുൾ ഗ്രൂപ്പൊക്കെ കാണും. പിന്നെ ആ കുട്ടി ഓടുന്ന കണ്ടു അല്ലേ, ഏതോ സന്യാസിമാരുടെ ഇതിലേക്ക് പിള്ളേരെ ശല്യം സഹിക്കാൻ വയ്യാതെ. ചിലത് കാണുമ്പോൾ തോന്നും അവളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, അതാണ് അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് ഒരു മാലക്കച്ചവടത്തിനായി വന്നത്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അവിടെ കാണാൻ വരുന്നവർ തിരിച്ചറിയാത്തത്? കാരണം ഒരു ശല്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാല സത്യമാണ്. അല്ലെങ്കിൽ ഞാനത് കണ്ടു, ഒരു യൂട്യൂബർ കുറച്ച് പൈസ കൊടുത്തിട്ട് കുട്ടി വാങ്ങുന്നില്ല, പിന്നെ അത് മാല മേടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ട്രെൻഡിങ് ആയി കഴിയുമ്പം അവർ ഒരു നിമിഷം കൊണ്ടൊരു ഫേമസ് ആയി കഴിയുമ്പോഴേക്കും മനുഷ്യരുടെ ഒരു ഇതാണ് ഇന്നത്തെ ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ടല്ലേ, യൂട്യൂബ് ലോകം. ശരിക്കും അവിടെ ഒരു പുണ്യ സ്ഥലമാണ് കുംഭമേള എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയുടെ തന്നെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലാണ്. ലോകം ഉറ്റുനോക്കുന്നത് ആ കുംഭമേളയുടെ മഹത്വം അത് കാണാനും എന്താണ് കുംഭമേള എന്നറിയാനാണ്. പക്ഷെ ഇപ്പം വളരെ സങ്കടമായിട്ട് തോന്നിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേള എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് നോക്കുന്നത് മൊണാലിസ ആ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു യൂട്യൂബ് യുഗം, അല്ലെങ്കിൽ എന്തിൻ്റെ പിന്നെയും ഈ കുട്ടിയെ ശല്യപ്പെടുത്തുന്ന രീതിയിലാക്കി. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, പണ്ട് പ്രിൻസസ് ഡയാനയുടെ ഇതാണ് പാപ്പറാസീസ് പുറകെ പോയിട്ട് അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ശല്യം വന്നിട്ട് അവസാനം ആക്സിഡൻറ്റിന് കാരണം തന്നെ ഒരു പാപ്പറാസികൾ പുറകെ അൽദൗതിയായിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അതൊരു എന്താ പറയുക, പാപ്പറാസീസ് പുറകെ ഓടുവാണ്, ഒരു സമാധാനം കൊടുക്കാതെ. അവിടെ കുട്ടിക്ക് സ്വകാര്യതയ്ക്കൊന്നും ഒരു എന്താ പറയുക, അതിനൊരു റെസ്പെക്റ്റ് പോലും ഇല്ല. ആ കൊച്ചിനെ ഒരു പിന്നാലെ അല്ലേ, ഓരോ യൂട്യൂബ് തൊട്ട് ഓരോ മാധ്യമങ്ങളും പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പം കച്ചവടം നിർത്തി പോയി എന്ന് പറയുന്നുണ്ട്. പറയില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് അവൾക്കൊരു തുടക്കമാവട്ടെ, പുതിയൊരു
സെലിബ്രിറ്റി ആയിട്ടോ ഇനിയൊരു വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവളുടെ റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെയും അവൾക്ക് വരുമാന മാർഗ്ഗം. സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല, വരുമാനം. കാരണം അത്രയും ട്രെൻഡിങ് ആയി കഴിഞ്ഞു അല്ലേ, ഫേമസ് ആയി കഴിഞ്ഞു. അപ്പം ഉയരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് നമ്മൾ പറയല്ലേ, ഒന്നുമില്ലാത്തവൻ ഏറ്റവും വലിയ ഇതിലെത്തുന്നതും പരമനുഷ്യൻ്റെ ഒരു കട, ആ രീതിയിൽ കാണാനാണ് എനിക്ക് ഇഷ്ടം. കാലത്ത് അത് കേരളത്തിലും അങ്ങനെ ഉണ്ടല്ലോ. കാരണം പല നടിമാരെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ സ്വകാര്യതയിലേക്കാണ് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നമ്മൾ മരണം, അത് വളരെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വല്ല സഹപ്രവർത്തകരുടെ മരണത്തിനോ അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ അങ്ങനത്തെ ഒരു ആഭാസക്കൂട്ടമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. മീഡിയാസ് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഒന്ന് കരയാൻ പോലും പലപ്പോഴും സെലിബ്രിറ്റീസിന് അനുവാദം ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാനത് പറയാനുള്ള കാര്യം, ആരുടെയോ ഒരു സുപി സുരേഷിൻ്റെ മരണത്തിൽ രഞ്ജിനി ഹരിദാസ് ഗ്ലാസ് വെച്ച് പോയതാണ്. വല്ല കണ്ണൊന്ന് ആലോചിച്ചു, അവർ അവരുടെ ഇതിൽ വരുന്നു, ഒരു കൂട്ടുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ചെന്ന്. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ മീഡിയാസിനൊക്കെ താല്പര്യം എന്ന് പറയുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഒരു കച്ചവട കണ്ണാണ് നമുക്കറിയാം. ഒരു സ്വകാര്യതയില്ല. ഒരു സെലിബ്രിറ്റി ആയി വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ ഫേമസ് ആക്കി ഒക്കെ നമ്മൾ പറയും, നിങ്ങൾ തന്നെ നിങ്ങളെ വളർത്തുന്നതും പൊതുജനമാണെന്ന് പറയും. പക്ഷേ പൊതുജനം വളർത്തുന്നു അല്ലെങ്കിൽ കലയ്ക്കപ്പുറം അവർക്ക് സ്വകാര്യതകളുണ്ട് എന്നാണ്. അവരുടെ എവിടെ പോയി കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതൊരു നടിയുടെ കല്യാണത്തിന് മീഡിയാസിനെ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സത്യമാണ്, ഒരു സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിടത്തും പോകാൻ പറ്റാത്തൊരു രീതിയിൽ ഒരു പാപ്പരാസി നമുക്ക് തോന്നി. ഒരു മനുഷ്യനെ ഒരു എന്താ പറയുക, നരഭോജി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയുന്ന രീതിയിലായിട്ടുണ്ട് ചില മാധ്യമങ്ങളും ചില യൂട്യൂബേഴ്സിൻ്റെയും ഒരു പുറകെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഏതോ ഒരു ബന്ധു അതോ പിതാവോ ഈ ഇത്തരം കൂട്ടങ്ങളിൽ നിന്നും പിടിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ആദ്യം ആ മോള് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് വീഡിയോസ്. പക്ഷെ പിന്നീട് കുട്ടിക്ക് ഭയങ്കര അസഖ്യ വേഷം മാറിയ കുട്ടി നടക്കുന്നു. പിന്നെ വലിച്ച് രക്ഷിച്ചു കൊണ്ട് ഞാൻ കാണുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. സന്യാസി സമൂഹത്തിൻ്റെ അവിടെ കൊണ്ടുപോകുന്നുണ്ട്, സന്യാസിമാർ അവരെ ആട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്താണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, സമൂഹം അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ എനിക്ക് തോന്നുന്നു. ആദ്യം ട്രെൻഡിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യൂട്യൂബ് ആയിക്കോട്ടെ, റീച്ച് ലൈക്ക് ഇതിനാണ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ അപ്പം ഈ കുംഭമേളയുടെ ആ ഒരു എസെൻസ് ഓഫ് കുംഭമേള ആർക്കും കാണണ്ട. എന്താണ് കുംഭമേള എന്ന് പറഞ്ഞാൽ അത് ഒരു ആഘോഷം എന്നൊന്നും അറിയണ്ട. ഇപ്പോൾ എല്ലാവരും മൊനാലിസയുടെ പുറകെയാണ്. അത് തീർത്തും ശരിക്കും അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടിയുടെ സ്വകാര്യത അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒക്കെ വൈറലായി ശരിയാണ്, പക്ഷെ ഇനി അതിൻ്റെ വഴിക്ക് വിടണ്ടേ. അത്യാവശ്യം ആ കുട്ടീനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പിന്നാലെ അത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള തീർത്തും സാധാരണ രീതിയിൽ ജീവിച്ചു വന്നൊരു കുട്ടിയാണ്. അതൊരിക്കലും വിചാരിക്കുന്നില്ല സെലിബ്രിറ്റി ആവണം എന്നോ ആഗ്രഹിച്ച് വന്നതല്ല. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുംഭമേളയിൽ ലാക്കാക്കി ഇത്ര മാല വിൽക്കുക എന്ന് മാത്രമായിരുന്നു. അപ്പോൾ അവൾക്കത് അസഹ്യമായിട്ടുണ്ട്, അസ്വസ്ഥത ആവണ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ, അത് വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ, അതിനെങ്ങനെ മീഡിയാസ് ഇങ്ങനെ ശരിക്കും അതിനെ ഒരു നമുക്ക് തന്നെ നമ്മൾ പറയില്ലേ, ഒരു രീതിയിലുള്ളൊരു ടോർച്ചറാണ്, അതൊരു പീഡനം തന്നെയാണ്. ക്യാമറ കൊണ്ട് പീഡിപ്പിക്കുന്ന രീതിയാക്കി മാറ്റി കുട്ടിയുടെ. കാരണം അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അവളുടെ സൗന്ദര്യം, ആ ക്യാരക്ടർ അല്ലല്ലോ. അവിടെയും കുട്ടിയുടെ ഇതേ ആൾക്കാർ തന്നെയാണ് നമ്മൾ പറയുന്നത്, പെണ്ണിനെ എന്താ പറയുക, നമ്മൾ പ്രസംഗിക്കാറുണ്ട് സ്ത്രീയെ ആ രീതിയിൽ കാണരുത്, കച്ചവട ചരക്കായിട്ടും. പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ സൗന്ദര്യം, കണ്ണ്, ഇതൊക്കെ വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഒരു കുംഭമേളയ്ക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ആ രീതിയിൽ അവിടെ ചെയ്യുവാണ് അല്ലേ. വേറൊന്നും അല്ലല്ലോ അത് കാണിക്കുന്നത്. ആ കുട്ടി പറയുന്നത് ഒന്നുമല്ല, കുട്ടിയുടെ പിന്നെ എത്ര റീൽസാണ് ഹിന്ദി പാട്ട് വെച്ചിട്ട് അതിൻ്റെ ഭാവങ്ങളും കുറേ കൂടെ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് രീതിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടീനെ അവിടെ അത് ശരിക്കും പോർട്രേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് മാറുവാണ് ഇപ്പോൾ. അത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കുംഭമേള എന്താണ്, ഈ കുംഭമേളയുടെ മഹത്വം എന്താണെന്ന് അറിയാനാണ്. അല്ലാതെ മൊനാലിസ അല്ല. മോന ഭോസ്ലെ എന്ന് പറഞ്ഞൊരു കുട്ടി, അവൾ ഫേമസ് ആയി, സൗന്ദര്യം കണ്ടു, ഫേമസ് ആയി. അതൊരു എന്താ പറയുക, ഒരു ലീല ആയിക്കോട്ടെ, ആ രീതിയിൽ കാണാം. ഒന്നുമില്ലാത്തവളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉയർത്തിയതും ഒരു ലീല. പക്ഷേ ഇനി ആ കുട്ടിയുടെ വഴിക്ക് വിടണം അല്ലേ. ആ ഒരു ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, അതാണ് കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിപ്പോയി മീഡിയാസ് എന്ന് പറയേണ്ടി വരും.